സുപ്രഭാതം. നേരപ്പെടുത്തു. ക്ലാസ് ട്യൂഷൻ ജോലിയൊക്കെ തുടങ്ങി. ഇതാ പുട്ട് അടുപ്പത്തിരിക്കുന്നു. മാഷുക്ക് അരിപ്പുട്ട്. ഇതാ മാഷുക്ക് അരിപ്പുട്ട് അടുപ്പത്തെ. ടീച്ചർക്ക് ഇതാ കോറപ്പുട്ട്. ഇതാ ഈ കോറയുടെ മുകളിൽ പയർ, ആ കുതിർത്ത് വെച്ചിരുന്ന പയറില്ലേ, ഇതാ ഈ കറിയായി കേട്ടോ. ആ കുതിർത്ത് വെച്ചിരുന്ന പയർ എൻ്റെ കോറ നനച്ച പൊടിയുടെ മുകളിലേക്ക് വെച്ച് വേവിച്ചെടുത്തിരിക്കുന്ന ഇത് കാണിക്കാം ഞാൻ നിങ്ങളെ. ഇതാ കണ്ടോണേ, ഇതാ നോക്കൂ. ഇത് ഇതാ അടിയിൽ കോറയാണ്. കോറ, നാളികേരം, ചെറുപയർ. ഇങ്ങനെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല ഗുണവുമാണ്. അപ്പം അടിയിലെ പയറാണ്, ചെറുപയറാണ്. ഇതാണ് എൻ്റെ ഫുഡ്. മാഷിക്ക് ഇതാ ചെറുപയർ കറി. നോക്കട്ടെ, നല്ല ടേസ്റ്റ് കേട്ടോ. ഇതാ പുട്ട് കിടന്ന് വെന്തോണ്ടിരിക്കുന്നു. ചായ രാവിലെ ഇട്ട് കുടിച്ചു. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്ന് രാവിലത്തെ പ്രഭാത ഭക്ഷണവും പ്രഭാത കൃത്യങ്ങളും. രാവിലെ ഒന്ന് നടക്കാൻ പോയിട്ട് വന്നിട്ട് നേരെ വന്ന് ചായ ഇട്ട് മാഷ്ക്ക് കൊടുത്തു. ഞാനും കുടിച്ചു. അതിനുശേഷം എൻ്റെ കോറപ്പൊടി നനച്ചു വെച്ചു. കോറപ്പൊടി എൻ്റെ നനച്ചു വെച്ചു. അത് ഇത്തിരി സൂക്ഷിച്ച് ചെയ്യണം, അല്ലെങ്കിൽ കട്ട കെട്ടിക്കും. പിന്നെ മാഷക്ക് അരിപ്പൊടി നനച്ചു വെച്ചു. അരിപ്പൊടിയുടെ പുട്ടാണ്. അത് നനച്ചത് കുറച്ച് പോലെ, അതുകൊണ്ട് ഞാൻ വലിയ പാത്രമൊന്നും എടുത്തില്ല. ഇതാ ഇതിലേക്ക് തന്നെ നനച്ചു. കൊണ്ട ഇത് ബാക്കിയുണ്ട്. രാത്രിയിൽ എൻ്റെ ഭക്ഷണമാകും. അപ്പോൾ പയറുകറി പൊസിഷൻ പയറുകറി. ഇനി ഇതിലോട്ടൊരു ലേശം, ഇത് ഇന്നലെ കുറുത്ത് വെച്ചിരുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനുശേഷം ഇന്ന് രാവിലെ അത് ഇന്നലെ കഴുകി വാരിയൊക്കെ വെച്ചിരുന്നത്. ഇന്ന് രാവിലെ അതിനെ കുക്കറിലിട്ട് ഒരു പിടി പയറേ ഉള്ളൂ. കുക്കറിലിട്ട് അതിന് ആവശ്യമായ വെള്ളം ഒഴിച്ച്, ഇത്തിരി ഏറെ വെള്ളം ഒഴിക്കണം. ഇത് പുഴുക്കല്ല, കറിയാണ്. പുട്ടിൽ ഒഴിച്ച് കഴിക്കണ്ടേ. ആവശ്യമായ വെള്ളം ഒഴിച്ച് ഒരു പച്ചമുളകും ഉപ്പും വെള്ളവും മഞ്ഞൾപ്പൊടി ഒഴിച്ച് അടുപ്പത്ത് വെച്ച് ഒരു 2 സ്റ്റീം വന്നു കഴിഞ്ഞപ്പോൾ അത് സ്റ്റീം ആകുമ്പോഴത്തേക്ക് ഞാൻ ഇതെല്ലാം നനച്ച് വെച്ചു. പുട്ട് 2 തരം പുട്ടിൻ്റെ പൊടി, പിന്നെ ഇതിലേക്ക് ഇത്തിരി നാളികേരവും ജീരകവും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് അറിയണ്ട, എന്നാലും ഒരു 3 അരയണം. അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് ആദ്യം തന്നെ ഞാൻ 2 കറിവേപ്പില വിട്ട് ഇത്തിരി ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റ് കൂടും. ഇതിനകത്തോട്ട് വേണ്ട 2 വറ്റൽമുളകും കൂടെ മുറിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി നന്നായിരുന്നു. ഞാൻ മറന്നു പോയി കേട്ടോ. ചില ദിവസങ്ങളിലൊക്കെ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. നല്ല കൂട്ടാൻ. സൂപ്പർ. ഇനി ഒരു 2 കറിവേപ്പില വിടും. വെളിച്ചെണ്ണ ഒഴിക്കില്ല, കാരണം അടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രായമാകാത്തവർക്കൊക്കെ ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ ഒന്നുകൂടെ ടേസ്റ്റാണ്. എനിക്ക് വെളിച്ചെണ്ണ, ഞങ്ങൾക്ക് 2 പേർക്കും വെളിച്ചെണ്ണ എണ്ണ ഉപ്പൊക്കെ കുറയ്ക്കണമല്ലോ. പുട്ട് വെന്തുകൊണ്ടിരിക്കുന്നു. പുട്ട് വെന്തുകൊണ്ടിരിക്കുന്നു. ഞാനിനി എൻ്റെ ഇൻസുലിനൊക്കെ എടുത്തിട്ട് ഭക്ഷണം കഴിക്കാൻ പോവാണ്. 9:30 ഇൻസുലിൻ എടുക്കും. അപ്പോഴേ കഴിക്കാൻ പറ്റൂ. അതിനു മുമ്പ് ചായ കുടിച്ചപ്പോൾ 2 ബിസ്ക്കറ്റ് കഴിച്ചു. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഇരിക്കട്ടെ. തിരിച്ചു വയ്ക്കട്ടെ. നേരെ വെക്കട്ടെ. അവിടെ നിന്ന് വേകട്ടെ. അപ്പോൾ എല്ലാവർക്കും ഒരു സുപ്രഭാതം നേർന്നുകൊണ്ട് നിങ്ങളുടെ സരസ്വതി ടീച്ചർ. എല്ലാവർക്കും ഇന്ന് ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ബൈ.